നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് പ്രസാദം കിട്ടുന്നു. കുങ്കുമം, ചന്ദനം, ഭസ്മം. ഓരോ ക്ഷേത്രങ്ങൾ ദേവീക്ഷേത്രത്തിലാണ് കുങ്കുമം കിട്ടുക. മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ചന്ദനവും ഭസ്മവും കിട്ടുന്നു, പുഷ്പങ്ങളും കിട്ടും. ഈ പ്രസാദം നമ്മൾ എന്ത് ചെയ്യും? പലരും ചോദിക്കാറുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. മണ്ഡപം ഉണ്ടാവും ക്ഷേത്രത്തിൽ. മണ്ഡപത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മണ്ഡപം ഉണ്ടാക്കുന്നത്. ആ മണ്ഡപത്തിൽ സകല ദേവന്മാരുടെയും സാന്നിധ്യമുണ്ട്. തിരുമേനിമാർ അവിടെയാണ് നമസ്കരിക്കുന്നത്. സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്ന അവിടെയാണ്. ഈ മണ്ഡപത്തിൻ്റെ ചുറ്റിയാണ് എപ്പോഴും നമ്മൾ പ്രദർശനം വയ്ക്കേണ്ടത്. മിക്കവരും ഷോർട്ട് കട്ടായിട്ട് ഭഗവാന്റെ മുമ്പിൽ ഒരിക്കലും ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. നമ്മൾ അതുകൊണ്ടാണ് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പാകം ചെയ്യുക. ഒരു കാര്യം കൊണ്ട് പാകം ചെയ്യിക്കാതിരിക്കുക. കാരണം നമ്മളെ മനോഭാവം എന്താണോ അതനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നവർക്ക് വരിക. എപ്പോഴും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമായിരിക്കും ഏറ്റവും നല്ലത്. ഇതാണ് പറയുന്നതിന് കാരണം നമ്മളെപ്പോഴും ഭക്ഷണം എപ്പോഴും സത്യസമായിട്ടും ഭംഗിയായിട്ടും ദൈവാധീനത്തോടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനാണ് വരാം. നമസ്കാരം. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് പ്രസാദം കിട്ടുന്നു. കുങ്കുമം, ചന്ദനം, ഭസ്മം. ഓരോ ക്ഷേത്രങ്ങൾ ദേവീക്ഷേത്രത്തിലാണ് കുങ്കുമം കിട്ടുക. മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ചന്ദനവും ഭസ്മവും കിട്ടുന്നു, പുഷ്പങ്ങളും കിട്ടും. ഈ പ്രസാദം നമ്മൾ എന്ത് ചെയ്യും? പലരും ചോദിക്കാറുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം കിട്ടുമ്പോൾ, തീർത്ഥം കിട്ടുമ്പോൾ എപ്പോഴും സാധാരണ ക്ഷേത്രങ്ങളിൽ അകത്ത് വെച്ച് തീർത്ഥം കൊടുക്കില്ല. തീർത്ഥം കിട്ടുമ്പോൾ നിലത്ത് വായിലേക്ക് മുട്ടിക്കാതെ നമ്മൾ ഒഴിക്കണം. തീർത്ഥം അത് ഒഴിച്ച് ബാക്കി തലയിൽ ഒഴിക്കുക. അങ്ങനെ ചെയ്യണത്. പ്രസാദം നമ്മൾ എടുത്ത് തൊടുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം വേണം തൊടാനായിട്ട്. താഴെ വീഴാൻ പാടില്ല. അവിടെ അശുദ്ധമാക്കാൻ പാടില്ല. നിർമാല്യമാക്കാൻ പാടില്ല. നിർമാല്യമാണല്ലോ ഈ പ്രസാദം. ഈ പ്രസാദം നമ്മൾ കൈ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെറ്റിയിട്ട് തൊടുന്നു. ചന്ദനം തൊടുന്നു, പ്രസാദവും കുങ്കുമൊക്കെ തൊടുന്നു. ഈ ബാക്കി ഇത് മുഴുവൻ തൊടാൻ പറ്റില്ലല്ലോ. ബാക്കിയുള്ള പ്രസാദം എന്ത് ചെയ്യും? ബാക്കിയുള്ള പ്രസാദം ഒന്നുകിൽ അവിടെ ചെടികളുണ്ടാവും. ഈ പ്രസാദം ഇടുന്ന സ്ഥലം ഉണ്ടാവും. പ്രസാദം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ മിക്ക അമ്പലത്തിലും ഉണ്ട്. ഇപ്പോൾ തൊട്ട ശേഷം പ്രസാദം ഇട്ടോളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ആരും ചവിട്ടാതെ തരണം. പൂജാമുറി സാധാരണ പ്രസാദം വയ്ക്കാറില്ല. പൂജാമുറി എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലമാണത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യും? നമ്മൾ സാധാരണ ആരും ചവിട്ടാത്തെടുത്താണ് ഇടുന്നത്. ചന്ദനം തൊട്ട് കഴിഞ്ഞാൽ ഒരു തണുപ്പുണ്ടാവും നമുക്ക്. ശരിയായ ചന്ദനം തൊട്ടാൽ നമ്മുടെ ഈ ആജ്ഞാചക്രത്തിലാണ് ചന്ദനം തൊടുന്നത്. ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുരുകത്തിൻ്റെ നടുക്കുള്ളതാണ് ആജ്ഞാചക്രം. ഈ ആജ്ഞാചക്രത്തിലാണ് നമ്മൾ ചന്ദനം തൊടുക. ചന്ദനം തൊട്ടുമ്പോൾ തണുപ്പുണ്ടാവും. ഈ തണുപ്പ് നമ്മുടെ സപ്ത നാഡികളെയും എല്ലാ ഞരമ്പുകളെയും നമ്മളെ ഒരു കുളിർമുണ്ടാക്കുന്നു, ഒരു തണുപ്പുണ്ടാക്കുന്നു. അതുപോലെ ഭസ്മം തൊടുമ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹമാണ് ഉണ്ടാകുന്നത്. ഭസ്മത്തിന് കുങ്കുമം കിട്ടിക്കഴിഞ്ഞാൽ സുമംഗലികളാണെങ്കിൽ നിറയിൽ തൊടും, താരീമം തൊടും. എന്തിനാണ്? ഭർത്താവിന് സ്വഭാവവും ആയുസ്സും ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഒരു സ്ത്രീയുടെ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭർത്താവാണ്. എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീ എപ്പോഴും ഒരു പുരുഷനെ തൊട്ട് അടുത്ത് തന്നെയാണുള്ളത്. എപ്പോഴും ഒരു പുരുഷൻ്റെ സംരക്ഷണം എപ്പോഴും സ്ത്രീക്ക് കൂടിയേ തീരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പുഷ്പങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ തലയിൽ വയ്ക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊക്കെ താഴേക്കും താഴും. അത് പാടില്ല. നമുക്ക് തലയിൽ മുടിക്ക് ഉള്ളില്ലെങ്കിൽ പൂ വയ്ക്കരുത്. പൂ വച്ച് കഴിഞ്ഞാൽ ആ പുഷ്പം എടുത്ത് ചവിട്ടാൻ പാടില്ല. അതൊരു കഥയുണ്ട്. ദുർവാസാവിന് ഒരാൾ ഒരു നല്ല പൂമാല കൊടുത്തു. സന്തോഷത്തോട് കൊടുത്താൽ ആരത്? നാരദൻ മഹർഷിയെ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. പൂമാല കൊടുത്തു. ദുർവാസാവ് ചോദിച്ചു, ഈ സന്യാസി എനിക്കിതെന്തിനാ? ഈ പൂമാലയുടെ ആവശ്യം എന്താ? അങ്ങനെ അദ്ദേഹം ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ എന്ത് വിചാരിച്ചു? വീട്ടിൽ ചെന്ന് കുളിച്ച് സുന്ദരനായിട്ടൊക്കെ ഇടാം എന്ന് പറഞ്ഞ് ഐരാവതത്തിൻ്റെ പുറത്ത് വെച്ചു. ഐരാവതം വെളുത്താനാണ് പുറത്ത് വെച്ചു. ഇതിനെന്ത് ഈ പൂക്കൾ വെച്ചപ്പോൾ ഈച്ചകളൊക്കെ വരുന്നതാണ്. അതിന് ഭയങ്കര കടിയുണ്ടായിട്ട് അതെന്ത് ചെയ്തു? അത് താഴേക്കിട്ട് ചവിട്ടിക്കൂട്ടി കളഞ്ഞു. ഇതാര് കണ്ടു? ദുർവാസാവ് തിരിച്ചു വരുമ്പോൾ കണ്ടു ഈ താൻ കൊടുത്ത പൂവെ ബലമതിക്കാതെ ചവിട്ടിക്കൂട്ടി. ദുർവാസാവ് പെട്ടെന്ന് ശപിക്കുന്ന ആളാണല്ലോ. വേഗം ദുർവാസ ശപിച്ചു, നിനക്ക് സൗന്ദര്യം നോക്കിയിട്ടല്ലേ നീ വാർദ്ധക്യമായിപ്പെട്ടു. അങ്ങനെ ദേവന്മാരെല്ലാവരും വയസ്സന്മാരായി. വലിയ പ്രശ്നമായി, വയസ്സന്മാരായി. ഇത് കഥയാണേ, കഥയിൽ ചോദ്യമില്ല. വയസ്സന്മാരായി കഴിയപ്പോൾ എന്ത് ചെയ്യും? എല്ലാവർക്കും സങ്കടമായി. ഇത് എന്ത് ചെയ്യും? വേഗം മഹാവിഷ്ണു എടുത്തു. മഹാവിഷ്ണു പറഞ്ഞു, എന്താ ചെയ്യുക? പാലാഴി കടഞ്ഞാൽ കിട്ടുന്ന അമൃത് കഴിച്ചാൽ ചെറുപ്പാവും. പാലാഴി ആര് കടയും? വലിയൊരു സമുദ്രം ആര് കടയും? പാലാഴി കടയണമെങ്കിൽ മേരുപർവ്വതത്തെ കൊണ്ടുവന്ന് വാസുകിയെ കൊണ്ട് ചുറ്റി വേണം കടയണമെങ്കിൽ. വാസുകി എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ രാജാവ്, സർപ്പങ്ങളുടെ രാജാവാണ്. അങ്ങനെ ദേവന്മാർ എന്ന വിചാരിച്ച് നടക്കില്ല, അസുരന്മാരും വേണം. അങ്ങനെ അസുരന്മാരെ കൂട്ടുപിടിച്ച് നിങ്ങൾക്ക് പകുതി തരാമെന്ന് കൂട്ടുപിടിച്ച് അങ്ങനെ പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം വന്നതാണ് ജ്യേഷ്ഠാഭഗവതി. ആ ജ്യേഷ്ഠാഭഗവതി എന്ന് നശിപ്പിക്കുന്ന ആളാണ്. പിന്നീട് വന്നതാണ് ലക്ഷ്മി ദേവി. പിന്നെ കല്ലുപ്പ്. അതുകൊണ്ടാണ് കല്ലുപ്പിന് ഇത്ര പ്രാധാന്യം. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ അമൃത് കൊണ്ടുവന്നു, അമൃത് എല്ലാവരും കഴിച്ചു. അതിനിടയ്ക്ക് അമൃത് കട്ടുകൊണ്ടുപോയി ഒരു അസുരൻ എടുത്തുകൊണ്ടുപോയി. അസുരൻ എടുത്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ അസുരൻ കണ്ട് കുറച്ച് കഴിച്ചു. അതിനെ കൊണ്ടുപോയപ്പോഴേക്കും അത് മുഴുവൻ കഴിക്കുന്നതിന് മുമ്പായിട്ട് മഹാവിഷ്ണു മോഹിനി വേഷത്തിൽ പോയി ആ അമൃത് തിരിച്ചു കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു.
അങ്ങനെ മോഹിനി വേഷം കഴിഞ്ഞപ്പോൾ മഹാദേവന് തോന്നി ഇതെന്താ നീ വേഷം കിട്ടിയെന്ന് വെച്ചപ്പോൾ ഞാൻ മോഹിനി വേഷം കിട്ടിയത്. ആ മോഹിനി വേഷം കണ്ട് ഭയങ്കരമായ ആകത അങ്ങനെയാണ് അയ്യപ്പസ്വാമി ജനിച്ചതെന്നാണ് പറയുന്നത്, പുരാണമാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കഥയിൽ ചുരുക്കം എന്താണ്, ക്ഷേത്രത്തിൽ നിന്ന് ആര് തന്ന പൂവായാലും നിലത്തിട്ട് ചവിട്ടരുത്, ഭഗവാന് ചാർത്തിയ പൂരിക്കലും നിലത്തിട്ട് ചവിട്ടരുത്. അപ്പോൾ ഭഗവാന്മാർക്ക് പോലും, അതായത് ദേവന്മാർക്ക് പോലും വാർദ്ധക്യമായി ജരാനരകൾ വന്നു. അപ്പോൾ പിന്നെ നമ്മൾക്കോ ശാപം കിട്ടും. അതുകൊണ്ട് പുഷ്പങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ചൂടുക, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ചവിട്ടാതെ എടുത്തിടുക. കാരണം തലയിൽ നിന്ന് വീണ പൂവ് ചവിട്ടിയാൽ അത് വളരെയധികം ദോഷം. പ്രത്യേകിച്ച് കൂവളത്തല, തുളസിയിലൊക്കെ ചവിട്ടിയാൽ ഭയങ്കരമായ പാപം. ചില പഴയ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് തുളസിക്കതിരെടുത്ത് തലയിൽ വെച്ചിട്ട് പോകും കുട്ടികൾ. അത് കഴിഞ്ഞിട്ട് ഇനി കുറേ കഴിയുമ്പോൾ അത് വീണു പോകും. വീണു വയ്ക്കുമ്പോൾ വേറെ ആരും ചവിട്ടും. അതൊക്കെ പാപമാണതൊക്കെ. തുളസി അത് നമ്മൾ മര്യാദയ്ക്ക് നമ്മളെ ഒരാൾ കൊണ്ടുപോയി വിളിച്ചുകൊണ്ടുപോയിട്ട് നമ്മൾ ചവിട്ടിക്കൂട്ടി നമുക്ക് എത്ര വിഷമമുണ്ടാവും എന്ന മാതിരിയാണത്. എല്ലാ ചെടികൾക്കും ജീവനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ജീവജാലങ്ങളിലേക്ക് ചവിട്ടിക്കൂട്ടുമ്പോൾ അവർക്ക് സങ്കടം വരും. പിന്നെ അതുപോലെ ക്ഷേത്രത്തിൽ പോയി ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, മണ്ഡപം ഉണ്ടാവും ക്ഷേത്രത്തിൽ. മണ്ഡപത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മണ്ഡപം ഉണ്ടാക്കുന്നത്. ആ മണ്ഡപത്തിൽ സകല ദേവന്മാരുടെയും സാന്നിധ്യമുണ്ട്. തിരുമേനിമാർ അവിടെയാണ് നമസ്കരിക്കുന്നത്, സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്ന അവിടെയാണ്. ഈ മണ്ഡപത്തിൻ്റെ ചുറ്റിയാണ് ഇപ്പോഴും നമ്മൾ പ്രദർശനം വയ്ക്കുന്നത്. മിക്കവരും ഷോർട്ട് കട്ടായിട്ട് ഭഗവാന്റെ മുമ്പിൽ ഒരിക്കലും ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. ആ മണ്ഡപത്തിനോട് കണക്ഷൻ ഉണ്ട് ഭഗവാന് ശ്രീകോവിലായിട്ട്. ആ മണ്ഡപം ചുറ്റിയാണ് പ്രദർശനം വയ്ക്കാവൂ. പക്ഷേ മിക്കവരും ചെയ്യുന്നത് ആ മണ്ഡപത്തിനിടയിൽ കൂടി പോകും, അത് പാപമാണ്. അതുപോലെ നമസ്കരിക്കുന്നത് മണ്ഡപത്തിൻ്റെ ഇപ്പുറത്ത് മാത്രമേ നമസ്കരിക്കാവൂ, അല്ലാതെ ശ്രീകോവിലിന് മുമ്പിൽ ഒരിക്കലും നമസ്കരിക്കരുത്. പലരും നമസ്കരിക്കാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും ഇതൊക്കെ ക്ഷേത്രങ്ങൾ എഴുതി വെക്കേണ്ടത് അത്യാവശ്യമാണ്. നമസ്കാര മണ്ഡപം എന്നതിനെ പറയുന്നത്. ആ മണ്ഡപത്തിൻ്റെ പിൻവശം, അതായത് ഭഗവാന് മണ്ഡപം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ നമസ്കരിക്കാനായിട്ട്. അവിടെയാണ് ഭണ്ഡാരമൊക്കെ വെച്ചിട്ടുണ്ടാവുക നമസ്കരിക്കാൻ വേണ്ടത്. അപ്പം അങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ നെയ്വിളക്കൊക്കെ സാധാരണ കത്തിക്കുക. നെയ്വിളക്ക്, നീരാഞ്ജനം അതൊക്കെ കത്തിക്കണം അവിടെയായിരിക്കും സാധാരണ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ ശിവക്ഷേത്രത്തിൽ പോയി നന്ദി കെട്ടിപ്പിടിക്കും. നന്ദി തൊടാൻ പാടില്ല. നന്ദി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നന്ദിയെ തൊടാതെ ചെവിയിൽ പറയാം. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നന്ദി ഭഗവാനോട് സാധിച്ചു തരുന്നതാണ് പറയണത്. നന്ദി ഒരിക്കലും തൊടാൻ പാടില്ല. നന്ദിയെ തൊട്ട് അശുദ്ധാക്കരുതെന്നാണ് പറയണത്. പക്ഷെ മിക്കവരും നന്ദിയെ തൊടുന്നുണ്ട്, തൊടാൻ പാടില്ല ശരിക്കും. അപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ നന്ദിക്ക് ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ച് അടച്ചൊക്കെ വയ്ക്കും തൊടാതിരിക്കാനായിട്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ അതുപോലെ വിളക്കിൽ എണ്ണ ഒഴിച്ച ശേഷം ആ കൈ തലയിൽ തൂക്കാൻ പാടില്ല. വിളക്കിൽ എണ്ണ ഒഴിച്ച് തുണി തുടച്ച് കളയുക. നീരാഞ്ജനം കത്തിച്ചാൽ, നെയ്വിളക്ക് എന്നൊക്കെ കത്തിച്ചാൽ ആ കയ്യെ തൂത്തുകളയും, തലയിൽ തൂക്കരുതിരിക്കും. കാരണം അതുപോലെ വിളക്ക് കത്തിക്കുമ്പോൾ വേറൊരാൾ കത്തിച്ച ഇതിനും കത്തിക്കാൻ പാടില്ല. നമ്മൾ പ്രധാനമായ വിളക്കിൽ നിന്ന് വേണം കത്തിക്കാനായിട്ട്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ വലിയ സംശയങ്ങളുടെ കാര്യങ്ങളാണിത്. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം നമ്മൾ പുറത്തു പോയി തൊടുക. അത് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയെങ്കിലും ചവിട്ടാതെ എടുത്തിടുക. ഏറ്റവും നല്ല കാര്യം അതായിരിക്കും. അതായത് നമ്മുടെ കയ്യിൽ താഴെ വീണ് പൂവൊന്നും ചവിട്ടാൻ പാടില്ല. ദേവേന്ദ്രൻ്റെ കഥ മാതിരി നമുക്കും ഇതുപോലെ അനുഭവങ്ങൾ വരാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ കത്തിച്ച വിളക്ക്, ഇന്നിപ്പോൾ കത്തിച്ച വിളക്കുണ്ടാവും, ആ തിരി വലിച്ചെറിയാനുള്ളത് വേസ്റ്റിടാൻ പാടില്ല ഒരിക്കലും. അതൊരു പാത്രത്തിൽ സൂക്ഷിക്കുക. അത് ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, പഴയ കാലങ്ങളിൽ അടുപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ സ്ത്രീകൾ കുളിച്ച് അടുക്കളയിൽ കയറും. അടുക്കളയിലേക്ക് കുളിച്ച് കയറി കഴിയുമ്പോൾ ഓം നമോ നാരായണായ സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യത്രംബികേ ദേവി നാരായണീ നമോസ്തുതേ ഇത് പറഞ്ഞുകൊണ്ടാണ് കയറുക. അല്ലെങ്കിൽ ഓം നമോ നാരായണ കൃഷ്ണ എന്ന് വിചാരിച്ച് കയറും. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ കുളിച്ച് സുമംഗലികളായിട്ടാണ് അടുക്കളയിൽ കയറുന്നത്. കുളിച്ച് കുങ്കുമൊക്കെ തൊട്ട് അടുക്കളയിൽ കയറി എണീറ്റ് ഉടനെ അടുക്കളയ്ക്ക് ഓടരുത്. അഥവാ കുളിക്കാൻ പറ്റുന്ന മേലെ കഴുകി ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം അടുക്കളയിൽ കയറാൻ. അപ്പോൾ അടുക്കളയിൽ കയറി കഴിയുമ്പോൾ, അടുക്കള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐശ്വര്യത്തിൻ്റെ സ്ഥലമാണ് അടുക്കള. ഏറ്റവും നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ പൂജാമുറി പോലെ തന്നെ തുല്യമായ പ്രാധാന്യമുള്ള അടുക്കള. ഇപ്പോഴത്തെ അടുക്കളയിലൊക്കെ ഫ്രിഡ്ജിലൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടാവും, അതുപോട്ടെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അടുക്കള എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ സ്ഥലമായിരിക്കും. ഈ അടുക്കളയിൽ നമ്മൾ തീ പിടിപ്പിക്കും, അതുപോലെ ഗ്യാസ് കത്തിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കത്തിക്കാൻ, നാരായണ ജപിച്ചുകൊണ്ടിരിക്കും. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നാരായണ ജപിക്കാൻ. അരി അടുപ്പത്തിടുമ്പോൾ നമ്മൾ അന്നപൂർണി സലാപൂർണി ചൊല്ലിയിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നാമങ്ങൾ ചൊല്ലിയിരുന്ന ആ ഭക്ഷണത്തിന് പ്രത്യേകമായ ഒരു ഊർജ്ജം ഉണ്ടായിരിക്കും. ഈ ഭക്ഷണത്തിൻ്റെ ഊർജ്ജത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു സന്യാസി വളരെ സത്യസന്ധനും സാത്വികനായ സന്യാസിയായിരുന്നു. രാജാക്കന്മാരൊക്കെ ബഹുമാനിച്ചിരുന്ന സന്യാസിയായിരുന്നു. ആ സന്യാസിക്ക് സാധാരണ പാചകം ചെയ്ത വേറൊരു കൊച്ചു സന്യാസിയായിരുന്നു. അദ്ദേഹത്തിന് എന്തോ അത്യാവശ്യമായിട്ട് പോയപ്പോൾ വേറൊരാൾ പാചകത്തിന് സന്യാസിയൊക്കെ ഭക്ഷണം കഴിക്കും. അങ്ങനെ രാജാവ് ഒരു ദിവസം അദ്ദേഹത്തിന് വിരുന്നിന് വിളിച്ചു. അങ്ങനെ സ്വീകരിച്ച് സ്വർണ്ണത്തളികയിൽ ഭക്ഷണം കൊടുത്തു, സ്വർണ്ണ ഗ്ലാസ്, സ്വർണ്ണം കിണ്ടി എല്ലാം കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വർണ്ണമായതുകൊണ്ട് ഇവർ നോക്കും ആരൊക്കെ എന്തൊക്കെയാണ് പോയെന്നറിയാം. അപ്പോൾ നോക്കിയപ്പോൾ അതിൽ ഒരു സ്വർണ്ണത്തിൻ്റെ ഗ്ലാസ് കാണാനില്ല. ഇതെവിടെ പോയി പരിശോധിച്ചപ്പോൾ സന്യാസിയുടെ ബാഗിലുണ്ട്. സന്യാസി എങ്ങനെ എടുത്തു? അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ ഒരു കളരായിരുന്നു.
ആ മനോഭാവമാണ് അദ്ദേഹത്തിന്. അത് നമ്മൾ അതുകൊണ്ടാണ് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പാകം ചെയ്യുക, ജോലിക്കാരെ കൊണ്ട് പാകം ചെയ്യിക്കാതിരിക്കുക. കാരണം നമ്മളെ മനോഭാവം എന്താണോ അതനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നവർക്ക് വരിക. എപ്പോഴും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമായിരിക്കും ഏറ്റവും നല്ലത്. ഇതാണ് പറയുന്നതിന് കാരണം. കാരണം നമ്മളെപ്പോഴും ഭക്ഷണം എപ്പോഴും സത്യസമായിട്ടും ഭംഗിയായിട്ടും ദൈവാധീനത്തോടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനാണ് വരാം. ഇപ്പോൾ കത്തിച്ച തിരിയെപ്പറ്റി നമ്മൾ പറഞ്ഞു, വീണ്ടും തിരിച്ചു വരാം. ഈ കത്തിച്ച തിരികൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമ്മൾ ഒന്നുകിൽ ഇപ്പം അടുപ്പൊന്നുമില്ല, ഇപ്പോഴത്തെ കാലത്ത് അടുപ്പില്ല, ഒരു തട്ടം എടുത്തിട്ട് ആ തട്ടത്തിൽ തിരിയിടുക. ഈ തിരിയിൽ ഒരു ശകല ശർക്കര, കുറച്ച് നെയ്യ്, ഒരു തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് അടുക്കളയിൽ പോയി നമ്മൾ ഗണപതി ഭഗവാന് വേണ്ടി ഗണപതി ഹോമം ചെയ്യുക. സ്ത്രീകളുടെ ഗണപതി ഹോമം എന്ന് പറയും. ആ ഗണപതി ഹോമത്തിന് ഭയങ്കര പവർഫുള്ളാണ്. അത് ഋതുപതികൾ ചെയ്യാൻ പാടില്ല, അല്ലാത്തപ്പോൾ ചെയ്യാം. അപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് ഗണപതി ഭഗവാനെ നോക്കി നമ്മൾ ഗണപതായി നമ്മൾ ഏത്തോടുക, വിനായകനെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടായിരിക്കും, ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കും. അതിന് ചെറിയൊരു ഗണപതി ഹോമം, സ്ത്രീകൾ നടത്തുന്ന ഗണപതി ഹോമം എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഞാനും ചെയ്യാറുണ്ട്, എൻ്റെ അച്ചാമ്മയൊക്കെ ചെയ്യാറുണ്ട്, അതുപോലെ ചെയ്യാറുണ്ട്. ഞാനിതുപോലെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടും ദാരിദ്ര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു അവരിപ്പോൾ ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര ഐശ്വര്യം ഉണ്ടായി, ഒരുപാട് പേർക്ക് ഐശ്വര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയ അപ്പോൾ ഈ തിരി കളയാതുമായി നമുക്കൊരു ഗണപതി ഹോമം ചെയ്തതിൻ്റെ ഫലമായി. അത് ഭയങ്കര പവർഫുള്ളാണ് ഈ ഗണപതി ഹോമം നടത്തുന്നത്. അതാണ്. അപ്പോൾ ആ പഴയ തിരികൾ ഒരിക്കലും വലിച്ചെറിയാൻ പാടില്ല, അത് ഇങ്ങനെ കത്തിച്ച് കളയാവുന്നതാണ്. അത് ഗണപതി ഹോമമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ട് വേറെ എന്തെങ്കിലും കത്തിക്കും. ഉഴിഞ്ഞൊക്കെ ഇടാൻ എടുക്കാം. കുട്ടികൾക്ക് ഒഴിഞ്ഞിടുമല്ലോ നമ്മൾ, കണ്ണേറൊക്കെ പോകുമ്പോഴായിട്ട് ഉപ്പും മുളകും കടുകൊക്കെ ഒഴിഞ്ഞിടുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പോഴും നമുക്ക് അതെടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ കൊണ്ടുനടക്കുകയാണെങ്കിൽ നമ്മുടെ വീട് ഒരു ലക്ഷ്മീ മന്ദിരമായും, അതായത് വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവും ലക്ഷ്മീദേവിയും ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭൂമിയിൽ സന്തോഷമായിട്ട് സമാധാനത്തോടെ കലഹങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നതാണ്.